നിങ്ങൾ ആദ്യമായാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യൂ. പുതുപുത്തൻ വാർത്തകൾ ആദ്യമേ ലഭിക്കാൻ ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്യാനും മറക്കരുത്. പെരിന്തൽമണ്ണ പോലീസ് സ്റ്റേഷൻ സാക്ഷിയായത് നാടകീയമായ സംഭവങ്ങൾക്കാണ്. രാവിലെ ഒരു ഇതര സംസ്ഥാനക്കാരി യുവതി സ്റ്റേഷനിലേക്ക് എത്തി. സാർ, ഒരു പരാതി ബോധിപ്പിക്കാനുണ്ട്. KSRTC ബസ്സിൽ എന്റെ പേഴ്സ് നഷ്ടപ്പെട്ടു, വേണ്ടത് ചെയ്യണം. തമിഴിൽ ആ യുവതി പോലീസുകാരെ പറഞ്ഞ് ബോധിപ്പിച്ചു. ഒരു ടെക്സ്റ്റൈൽ സ്ഥാപനത്തിലാണ് ജോലി എന്നാണ് അവർ പറഞ്ഞത്. ഉടനടി ഒരു പരാതി എഴുതി നൽകാൻ ഡ്യൂട്ടിയിലുണ്ടായിരുന്ന പോലീസുകാരൻ ആവശ്യപ്പെട്ടു. തുടർന്ന് നടപടികളും സ്വീകരിച്ചു. ഇരിക്കാൻ സൗകര്യമൊരുക്കുകയും ചെയ്തു പോലീസുകാർ. ഇതെല്ലാം പരാതിക്കാരി സന്തോഷത്തോടെ സ്വീകരിക്കുകയും ചെയ്തു. പരാതി ലഭിച്ചതിന് പിന്നാലെ KSRTC അധികൃതരുമായി ബന്ധപ്പെട്ട് പ്രശ്നം ശ്രദ്ധയിൽപ്പെടുത്തി. രസീത് ആവശ്യമില്ലെന്ന് പരാതിക്കാരി പറഞ്ഞുവെങ്കിലും നിർബന്ധമായും രസീത് കൈപ്പറ്റണമെന്ന് PRO ആവശ്യപ്പെട്ടു. തമിഴ് ചുവയുള്ള ഭാഷയിൽ സംസാരിച്ച യുവതിയോട് മലയാളത്തിലും ഇംഗ്ലീഷിലുമായി പോലീസുകാർ കാര്യങ്ങൾ ബോധ്യപ്പെടുത്തി. പരാതി രജിസ്റ്റർ ചെയ്യാൻ തുടങ്ങുന്നതിനിടയിലാണ് യുവതിയുടെ ശബ്ദത്തിന്റെ ടോൺ മാറിയത്. ഞാൻ പുതിയ ASP ആണെന്നുള്ള യുവതിയുടെ ഗാംഭീര്യമായ ശബ്ദമെത്തി. ഇത് കേട്ട ഞെട്ടിയത് പോലീസാണ്. പോലീസുകാരെല്ലാം ഒരുപോലെ അന്താളിച്ചെന്ന് മാത്രമല്ല, കൈപ്പിഴവൊന്നും വന്നില്ലല്ലോ എന്ന ആശ്വാസത്തിലുമായി. പോലീസ് ഉദ്യോഗസ്ഥർ പരാതിക്കാരോട് എങ്ങനെയാണ് പെരുമാറുന്നത് എന്ന് അറിയാനാണ് വേഷം മാറി എത്തിയതെന്നും വളരെ മാന്യമായിരുന്നു എല്ലാവരുടെയും പെരുമാറ്റമെന്നും ASPM ഹേമലത IPS പറഞ്ഞു. PRO ഡ്യൂട്ടിയിലുണ്ടായിരുന്ന ഷാജിയെ പ്രത്യേകം അഭിനന്ദിക്കുകയും ചെയ്തു. ഷാജി തന്നോട് വളരെ സൗഹൃദപരമായാണ് പെരുമാറിയത് എന്നും തമിഴ്നാട്ടുകാരിയായ തന്നോട് ഭാഷാ പ്രശ്നം പരിഹരിക്കുന്നതിനായി ലളിതമായ ഇംഗ്ലീഷിലും മലയാളത്തിലും സംസാരിച്ചു എന്നും അവർ പറഞ്ഞു. സ്റ്റേഷനിലെ മുഴുവൻ പോലീസുകാരെയും അഭിനന്ദിച്ച ശേഷമാണ് ASP മടങ്ങിയത്. ASPM ഹേമലത ചുമതലയേറ്റ ഉടനെയാണ് വേഷം മാറി പെരിന്തൽമണ്ണ പോലീസ് സ്റ്റേഷനിലെത്തിയത്. പുതിയ ആളായതും യൂണിഫോമിലല്ലാതെ ആയതിനാലുമാണ് പോലീസുകാർ തിരിച്ചറിയാതെ പോയതിന് കാരണം. പേഴ്സ് നഷ്ടമായെന്ന പരാതിയുമായി പോലീസ് സ്റ്റേഷനിലെത്തിയ ഇതര സംസ്ഥാനക്കാരി മണിക്കൂറുകൾക്ക് ശേഷം മേലുദ്യോഗസ്ഥയാണെന്നറിഞ്ഞപ്പോഴുള്ള ഞെട്ടൽ പലർക്കും വിട്ടുമാറിയിട്ടില്ല.